ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നു. കഴിഞ്ഞ തവണ 40,438 വോട്ടാ. അത് നിങ്ങൾ എഴുതിയിട്ടോ, 3 ഇരട്ടിയാവും, 3 ഇരട്ടി. കാരണം അത്ര കണ്ട് കാസർഗോട്ടെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഒരു വലിയ സ്ഥാനം കാസർഗോട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞു, അവിടെ മത്സരിച്ചു. പ്രസിഡന്റിന്റെ ചാർജൊക്കെ മറ്റുള്ളവർക്ക് കോൺഗ്രസിനകത്ത് കീഴ്വഴക്കം ഉണ്ട്. രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോഴും അദ്ദേഹം KPC പ്രസിഡന്റായിരുന്നു, ചാർജ് കൊടുത്താണ് നടത്തത്. കീഴ്വഴക്കങ്ങൾ ഒരുപാടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ശക്തിയും അശക്തിയൊന്നുമല്ല, തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളാണല്ലോ. ആ ജനങ്ങൾ പ്രസ്ഥാനത്തിന് നൽകുന്ന പിന്തുണയിൽ, പ്രസ്ഥാനം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് നൽകുന്ന പിന്തുണയിൽ ഉറച്ച വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥിയുടെ അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം ഇത്തവണയും UDFന്റെ കയ്യിലായിരിക്കും. തർക്കം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. BJPയെ 3-ാം സ്ഥാനത്തേക്ക് അയക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട്. എനിക്ക് എല്ലാ കാലത്തും ആലപ്പുഴയിലെ ജനങ്ങളിൽ തികഞ്ഞ പ്രതീക്ഷയുണ്ട്. അവരുടെ ഹൃദയവികാരങ്ങളെ ഏറ്റുവാങ്ങിയ ആളുമാണ്. എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരുമാണ് ആലപ്പുഴക്കാർ. അതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളിലേക്ക് പോകാൻ ഏറ്റവും വലിയ താല്പര്യവും സന്തോഷവും ഉണ്ട്. ഞാൻ എൻ്റെ 15 വർഷത്തിന്റെ സേവനത്തിന്റെ പേരിലാണ് മത്സരിക്കാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും പോയി എന്റെ സേവനം തുടരാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി തീരുമാനം ജനാധിപത്യത്തിലെത്തും ജനങ്ങളുടെയാണല്ലോ.